ഞങ്ങളിതാ ഇവിടെ വയനാട്ടിൽ ദുരന്തബാധിതർക്കായി ലീഗ് നിർമ്മിച്ചു കൊടുക്കാമെന്നേറ്റ വീടിനെക്കുറിച്ച് ഭൂമിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. അത് ഭൂമിയിൽ ലീഗ് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിപ്പോൾ രാജ്കുമാറിനോട് എന്താ പറയുന്നത് വെച്ചാൽ, കൊല്ലത്ത് അവിടെ ഒരു വീട് നിർമ്മാണത്തിന് ഇന്ന് തുടക്കമിടാൻ പോവുകയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞ മിഥുൻ, നമുക്കറിയാം ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട്. മനുഭവനം എന്ന് അവൻ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ച ആ ഒരു ദൃശ്യം നമ്മളുടെ മനസ്സിൽ നിന്ന്, ആരുടെ മനസ്സിൽ നിന്ന് അത് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് സർക്കാർ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത്. മിഥുൻ്റെ ആഗ്രഹം പോലെ സർക്കാർ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനിരിക്കുകയാണ് അവിടെ. അതെ വിനീഷ, ഇപ്പോൾ ആ വീട് ഇവിടെ ഇല്ല. ആ വീട് ഇപ്പോൾ അത് മൊത്തവും ഇടിച്ച് നിരപ്പാക്കി നല്ല ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിപ്പോൾ വിനീഷ സൂചിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ്റെ 6 അടി മണ്ണിൽ ആ മിഥുനെ സംസ്കരിച്ച ഇടമാണത്. അതിന് അരികിൽ തന്നെ അതിനോട് ആ പഴയ വീട് നിന്ന ആ സ്ഥലം, ആ വീട് മൊത്തവും നിരപ്പാക്കി ആ വീട് ഇവിടുന്ന് അതിൻ്റെ പഴയ കെട്ടിടങ്ങളുടെ എല്ലാം മാറ്റി ഇപ്പോൾ നല്ല വിസ്തൃതിയുള്ളൊരു ഭൂമിയായി മാറിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം 10 മണിക്ക് തന്നെ എത്തിച്ചേരും. അല്പസമയത്തിനകം ഇവരിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മിഥുൻ്റെ അച്ഛനും അമ്മയും അനിയനും മുത്തശ്ശിയും ഉൾപ്പെടുന്ന കുടുംബം മറ്റൊരു വാടക വീട്ടിലേക്ക് തൽക്കാലത്തേക്ക് മാറിയിട്ടുണ്ട്. അവർ ഇനി ഈ വീട്ടിലായിരിക്കും. ഇപ്പോൾ വിനീഷ സൂചിപ്പിച്ചതുപോലെ ആ മിഥുൻ ഭവനം എന്ന് അവനൊരു ചിത്രകാരൻ കൂടിയായിരുന്നു. ഭാവിയിലേക്ക് വളരേണ്ട ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു. ചുവരുകളിലെല്ലാം അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ്റെ അനിയന് ഹാപ്പി ബർത്ത്ഡേ, പിറന്നാളാശംസകളെന്നൊക്കെ അതിൽ എഴുതി വച്ചിരുന്നു. സ്കൂളിൽ നമ്മളന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ ബാഗിലെ അവൻ്റെ നോട്ട്ബുക്കുകളിൽ, മിഥുൻ്റെ നോട്ട്ബുക്കുകളിലും നിറയെ ചിത്രങ്ങളായിരുന്നു. പലതും അവൻ എഴുതി വച്ചിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഇതിൻ്റെ ഈ ശിലാസ്ഥാപന കർമ്മം. നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം KSTA കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഏതാണ്ട് 10 ലക്ഷത്തി 11,000 രൂപ അവരിത് നേരത്തെ തന്നെ ഇവിടെ മന്ത്രി KN ബാലഗോപാൽ എത്തി നൽകിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി 3 ലക്ഷം രൂപ. ഇത് കൂടാതെ ഇതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. വൈദ്യുതി വകുപ്പ് 10 ലക്ഷം രൂപ മന്ത്രി തന്നെ എത്തി ഇവിടെ കൈമാറുകയും ചെയ്തിരുന്നു. 43 ലക്ഷം രൂപ ക്യാഷ് ഇനത്തിൽ തന്നെയുണ്ട്. ഇത് കൂടാതെയാണ് ഈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 20 ലക്ഷത്തിന് പുറമെ അതിൻ്റെ ചിലവാകുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ആ തുക ചെലവഴിച്ച് ഇവിടെ മനോഹരമായ ഒരു വീട് നിർമ്മിക്കുക. അത് ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. വിനീഷ, ഏറ്റവും വളരെ പെട്ടെന്ന് ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ട് ഏറ്റവും മികച്ച മാൻ പവർ ഉപയോഗിച്ചും ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചും ഒക്കെ ആയിരിക്കും ആ വീടിൻ്റെ നിർമ്മാണം നടത്തുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപം ആ വീടിനെ കുറിച്ച് പറയാനുണ്ടാകില്ല. അത്തരത്തിൽ എല്ലാ കുറ്റമറ്റ സംവിധാനങ്ങളും അത് നേരത്തെ തന്നെ മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ വീട് ആ കുടുംബത്തിന് കൈമാറുക, അല്ലേ രാജ്കുമാർ? തീർച്ചയായും. ഈ സംസ്കാരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വന്ന് ഇതിൻ്റെ ഈ സ്ഥലവും മറ്റും പരിശോധിക്കുകയും അതിൻ്റെ എൻജിനീയറിംഗ് വിങ് ഇവിടെ വന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവരെത്തിയത്. അന്ന് തന്നെ ഇതിനൊരു എസ്റ്റിമേറ്റും മറ്റു പ്ലാനും എല്ലാം തയ്യാറാക്കി, പിന്നീട് ഇതിൻ്റെ സ്കെച്ച് തയ്യാറാക്കി ഇതിൻ്റെ വീടിൻ്റെ ഇങ്ങനെ ആയിരിക്കുമെന്നുള്ളൊരു രൂപരേഖ ഈ കുടുംബത്തെ കാണിച്ചു. ഈ കുടുംബത്തിന് കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ മകൻ എന്തൊക്കെ പറഞ്ഞാലും മിഥുന് പകരമാകില്ല ഇതൊന്നും. എന്നാലും ഗവൺമെൻറ്റിന് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിലവിൽ തന്നെ ഇതിൽ ഒരുപാട് പേർക്കെതിരെ നടപടിയെടുത്തു. ഇങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ പേരിലുള്ള നടപടികൾ ഒരു ഭാഗത്ത്, പോലീസ് അന്വേഷണം നടക്കുന്നു, സ്കൂൾ മാനേജ്മെൻറ്റിനെ തന്നെ പിരിച്ചുവിട്ടു. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടാവുന്ന തരത്തിലെല്ലാം അവിടെ ചെയ്തു. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ രാഷ്ട്രീയം ഈ സമയത്ത് പറയുന്നില്ലെങ്കിൽ പോലും
പ്രതിപക്ഷ സംഘടനകൾ നിരവധി പേർ ഇവിടെ സമരമുഖത്തുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ ഈ കുടുംബത്തെ സാമ്പത്തികമായോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലോ സഹായിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപം ബന്ധുക്കളും അയൽവാസികളും ഒക്കെ പറഞ്ഞു. ഒരു പ്രശ്നം നടന്നപ്പോൾ സമരമുഖത്ത് ഇവരൊക്കെ എത്തി ഇവരൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്നല്ലാതെ ആരും ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറായില്ല. അവിടെ തയ്യാറായത് ഈ ഗവൺമെൻറ്റും ഈ സംസ്ഥാന സ്കൂൾ ടീച്ചേഴ്സ്, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, സ്കൂൾ മാനേജ്മെൻറ്റും വൈദ്യുതി വകുപ്പും. ഗവൺമെൻറ് എല്ലാ നിലയിലും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളുമൊക്കെ നന്നായി ഈ കുടുംബത്തിനോട് ചേർത്ത് പിടിക്കുകയും അവർക്കിനി എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർക്കൊപ്പം നിൽക്കാമെന്ന് ഒരു അറിയിപ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് നിർമ്മിച്ചപ്പോൾ അത് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഇതിൻ്റെ സ്കെച്ചും പ്ലാനും മറ്റും രൂപരേഖയും എല്ലാം ആ കുടുംബത്തെ കാണിച്ച് അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട തരത്തിലാണ് ഇപ്പോൾ വീട് നിർമ്മിക്കുന്നത്. വിനീഷ. രാജ്കുമാർ, ഇന്ന് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. ഈ ഇന്നത്തെ ദിവസം നമ്മൾ കുറിച്ചു വെക്കുകയാണ് ഇനിയുള്ള ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പറയൂ രാജ്കുമാർ, പറയൂ, എന്താണ് ഇടപെടാൻ നോക്കിയത്, പറഞ്ഞോളൂ. വിനിഷ, ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. ശരി ശരി, സംസാരിക്കാതെ വേഗം വരൂ. ഞങ്ങൾ ഇത്രയും നേരം ഈ വീടിൻ്റെ ഈ നിർമ്മാണം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കെച്ചും പ്ലാനും ഒക്കെ എല്ലാം തയ്യാറായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാണ്, എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്? അവർ പറഞ്ഞിരിക്കുന്നത് 3 മാസമാണ്. 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തിയായല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കുന്നു. എത്ര സ്ക്വയർ ഫീറ്റ് വരും, നിർമ്മാണ ചെലവ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വല്ലതും അറിയാമോ? 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന വീടാണ് നിർമ്മിക്കുന്നത്. 20 ലക്ഷം സ്ക്വയർ ഫീറ്റ് എനിക്ക് തോന്നുന്നൊരു അങ്ങനെയാണെങ്കിൽ തന്നെ 1000-നടുത്ത് എന്തായാലും വരും. 1000 നിർമ്മാണ ചെലവ് കൂട്ടുവാണെങ്കിൽ 1000-നടുത്ത് വരും സ്ക്വയർ ഫീറ്റ്. താഴെ 3 ബെഡ്റൂമും ഹാളും കിച്ചണും സിറ്റ് ഔട്ടും ഉൾപ്പെടെയുള്ളതിന് സ്റ്റേ റൂം ഉൾപ്പെടെയുള്ള വീടാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്ലാനൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. വീടിൻ്റെ രൂപരേഖയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു കാണിച്ചായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന അതേ രീതിയിലുള്ള വീടാണ് നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിനിഷ, ആ വീടിൻ്റെ ഒരു രൂപരേഖ അവരിപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ ഫ്ലെക്സ് ബോർഡിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാതെ. ഇതാണ് ആ വീടിൻ്റെ രൂപരേഖ. ഇങ്ങനെ ഒരു മോഡലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. കണ്ടോ വിനീഷ? ഇതാണ്, കാണാം, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയായിരിക്കും ആ വീടിന്റെ ഏകദേശ ചിത്രം. മിഥുൻ ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം നോക്കൂ സുഹൃത്തുക്കളെ. ഇതാ ഇന്ന് ഓഗസ്റ്റ് 10-ാം തീയതി, ഈ ദിവസം നമുക്ക് കുറിച്ചു വെക്കാം. ഈ വീടിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും ഒടുവിൽ താക്കോൽ ദാനം വരെ നമുക്ക് പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകാം. ആ വാർത്തയും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന്, അല്ലേ രാജ്കുമാർ? തീർച്ചയായിട്ടും അതാണ്. ഇപ്പം അദ്ദേഹം നമ്മുടെ വാർഡ് മെമ്പർ തുടക്കം മുതൽ ഇതിൻ്റെ ആ ഘട്ടം ഈ മിഥുന അപകടം സംഭവിച്ച ആ നിമിഷം മുതൽ ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുകയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ആൾ കൂടിയാണ് മിഥുൻ്റെ അച്ഛൻ. അങ്ങനെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം. അവരിപ്പോഴും അവരുടെ ഒരു മാനസിക നില, അവർക്ക് ആ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് അമ്മ മുക്തയായിട്ടില്ല. അവർ ഈ കുടുംബത്തിൻ്റെ ദയനീയമായ ഒരവസ്ഥ മനസ്സിലാക്കിയാണ് അവർ വിദേശത്ത് ഹൗസ് കീപ്പിംഗ് ജോലിക്ക് പോയിരുന്നത്. അവിടുന്ന് പൊടുന്നനെ അവർക്കിതറിഞ്ഞ് അവർക്ക് അവിടുന്ന് മടങ്ങി വരേണ്ടി വന്നു. ഇപ്പം അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോഴും? അവരെ അമ്മയെ സംബന്ധിച്ച് പൂർണ്ണമായും അത് നല്ലൊരു റിക്കവറി ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ നാട്ടുകാരും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോഴും അവരോടൊപ്പം തന്നെ ഉണ്ട്. അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനും എല്ലാം നമ്മൾ പ്രദേശവാസികളും മറ്റു ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോഴും തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് കല്ലുള്ളിൽ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൻ്റെ അപ്പച്ചിയും മാമൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പിരിഞ്ഞു പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ വീടുകളിലേക്ക്, അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ സ്ഥലം ദൂരെ, അതിൻ്റെ അവർ കുഞ്ഞുങ്ങളുൾപ്പെടെ അവർക്കും സ്കൂളിൽ വിടണം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞ് മാത്രമേ അവരും പോകത്തുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായി രാവിലെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ 10 മണിയാണ്. 10 മണിക്ക് തന്നെ മിനിസ്റ്റർ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ശിവൻകുട്ടി മന്ത്രിയും അതുപോലെ തന്നെ ബാലഗോപാൽ മന്ത്രിയും ഉണ്ടാവും, ധനകാര്യമന്ത്രിയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അവരെത്തുമെന്നാണ് നമ്മൾ രണ്ടുപേരും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനീഷ